കാരണം അവരുടെ ഏറ്റവും വലിയ കാർഡ്, വർഗീയ കാർഡ് ഇറക്കി കളിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ കടുത്ത വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. അപ്പോൾ രാജ്യത്ത് BJP ഗവൺമെൻറ് ഇനിയൊരു ഊഴമില്ല എന്ന നിലയിൽ ജനങ്ങളാകെ തീരുമാനിച്ചൊരു ഘട്ടമാണിത്. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റുന്ന രീതിയിലല്ല. ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും സ്വീകരിക്കേണ്ട പൊതുവായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊന്നും ഒരു ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടരികിലെത്തി. നാളെ പ്രചാരണം അവസാനിക്കും. വയനാട്ടിൽ നിന്നും ആരംഭിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് കണ്ണൂരിൽ അവസാനിച്ചു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവ രാഷ്ട്രീയ വിഷയങ്ങളെ നിരന്തരം വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഇടതുമുന്നണിയുടെ താരപ്രചാരകനായി മുഖ്യമന്ത്രി മാറി. മോദി ഭരണത്തിലെ ജനവിരുദ്ധതയും മതരാഷ്ട്ര നീക്കവും പൗരത്വ പ്രശ്നവുമൊക്കെ സജീവ വിഷയങ്ങളായി നിലനിർത്തിയാണ് അദ്ദേഹം പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിന്നത്. കോൺഗ്രസിൻ്റെയും രാഹുലിൻ്റെയും പിഴവുകൾ എണ്ണിപ്പറഞ്ഞത് UDFനെ അസ്വസ്ഥമാക്കി. തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിന് പിഴച്ചോ? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, CPIM, റോണി K. ബേബി, കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ചർച്ച രാഷ്ട്രീയ നിരീക്ഷകനിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. രണ്ട് നേതാക്കളിലേക്കും അതിനുശേഷം വരാം. ഡോക്ടർ പ്രേംകുമാർ, നമ്മൾ ഒരു വലിയ പ്രചാരണമാണ്, ഏതാണ്ട് 2 മാസക്കാലത്തോളം നീണ്ടുനിന്ന ഒരു വലിയ പ്രചാരണം നാളെ അവസാനിച്ച് നിശബ്ദ പ്രചാരണവും കടന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രചാരണ കാലത്തെ ഒന്ന് വിലയിരുത്തിയാൽ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിഷയങ്ങളെ സജീവമാക്കി നിരന്തരം ആവർത്തിച്ച് പറഞ്ഞ്, അതാണ് പലപ്പോഴും കോൺഗ്രസ് ചോദിക്കുന്നുണ്ടായി, മുഖ്യമന്ത്രി ഒരേ കാര്യമാണോ ഈ പറയുന്നത്? പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവ രാഷ്ട്രീയ വിഷയങ്ങളെ ചോർന്നു പോകാത്ത വിധം അതേ വിഷയങ്ങളിൽ ഉറപ്പിച്ചു നിർത്തിയത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, പ്രചാരണ രംഗത്ത് മുഖ്യമന്ത്രിയാണോ, CPIM-ഉം LDF-ഉമാണോ? ആ വിധത്തിൽ അതിനെ നേരിടേണ്ട ഡിഫെൻസീവിലായ ഒരവസ്ഥ കോൺഗ്രസ്സിന് അതുകൊണ്ട് തന്നെ വന്നു ഭവിച്ചോ? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വലിയ സമ്മർദ്ദത്തിന് വിധേയപ്പെട്ട് രാഹുൽ ഗാന്ധി പിണറായിയെ വിമർശിക്കാൻ ഇറങ്ങിത്തിരിച്ചത് കാര്യങ്ങൾ കുറച്ചുകൂടി പിഴയ്ക്കുന്നതിനിടവരുത്തിയോ? പൊതുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്ത് വിഷയങ്ങളെ കൈകാര്യം ചെയ്തതിലും വിഷയങ്ങളെ ഉറപ്പിക്കുന്നതിലും കോൺഗ്രസ്സിന് മുന്നോട്ട് വരാനായോ, അതോ പിഴച്ചോ? അതായത് ഏറ്റവും കൂടുതൽ വളരെ സീരിയസ് ആയ പൊളിറ്റിക്കൽ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷനാണ്. കാരണം ഈ ഇലക്ഷനിലും കൂടെ NDA BJP എന്താ പറയുക വലിയ മെജോറിറ്റി കിട്ടുകയാണെങ്കിൽ ഇനി ഇലക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഇന്ത്യയിലെ മൊത്തം ഇലക്ടറേറ്റിന് സംശയമുണ്ട്. അത് മൊത്തം അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ കാര്യം വരുമ്പം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ. വളരെ ചെറിയ കാര്യങ്ങളെ പറ്റി പോലും ഹെയർ സ്പ്ലിറ്റിംഗ് ആർഗ്യുമെന്റ്സ് പാർട്ടികൾക്കുള്ളിൽ പോലും നടത്തുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് നടക്കുന്ന ഒരു ഇലക്ഷൻ്റെ അകത്ത് വളരെ സീരിയസ് ആയ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. അത് വോട്ടർമാരുടെ മുന്നിലേക്ക് വെക്കുകയും നമ്മളെക്കാൾ ബുദ്ധിയും വിവേചന ശേഷിയുമുള്ള വോട്ടർമാർ ഇത് കൃത്യമായിട്ട് വേർതിരിച്ചിട്ട് അറിഞ്ഞിട്ട് തന്നെ ഇലക്ഷനിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അതാണ് അതിൻ്റെ അകത്തുള്ള പൊളിറ്റിക്കൽ നിലപാട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പയിൻ്റെ അകത്ത് ലീഡ് റോളിൽ നിന്നിട്ടുള്ളത് യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഭയങ്കര ക്ഷീണിതനായിട്ടുള്ള മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു. അതേസമയം അപ്പുറത്ത് അറിയാം, നമുക്ക് KPCCയുടെ പ്രസിഡന്റ് കമ എന്ന അക്ഷരം മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയാണ്. എത്രയോ ദിവസമായി K. സുധാകരൻ വാ തുറന്നിട്ട് നമ്മൾ കേട്ടിട്ട് അദ്ദേഹത്തിന് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, ഒരക്ഷരം മിണ്ടരുതെന്ന്. കാരണം വാ തുറന്നാൽ പറയുന്നതെല്ലാം എന്ത് പൊളിറ്റിക്സ് ആണ്, താൻ ആരാണ്, എവിടെയാണ്, എന്താണെന്ന് ഒരു ബോധ്യവുമില്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇപ്പുറത്ത് LDF ക്യാമ്പിനെ കൃത്യമായിട്ട് നയിക്കുന്ന പിണറായി വിജയൻ വളരെ കൃത്യമായ പൊളിറ്റിക്സ് തന്നെ പറയുന്നു. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇങ്ങനെ സ്നോബോൾ ചെയ്തിരിക്കുന്ന വിഷയം എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി കടന്നാക്രമിച്ചുകൊണ്ട് CM നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്.
രണ്ട് കാര്യങ്ങളുടെ പേരിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിൻ്റെ അകത്തുള്ള കോൺട്രഡിക്ഷനാണ്. വയനാട്ടിലൊക്കെ വന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ എഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭാഗം, ഭരണഘടന വേണ്ട എന്ന് പറയുന്ന ഒരു ഭാഗം, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റാണ്. ഏറ്റവും ലളിതമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന ഒരു വിഭാഗം, അത് ചോദ്യം ചെയ്യുന്ന മറ്റൊരു വിഭാഗം. NDA BJP ആണ് സ്വാഭാവികമായിട്ടും ഭരണഘടനയുടെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്നത്. ഭരണഘടന എന്നുള്ളത് ഇന്ത്യയിലുള്ള സിറ്റിസൺസിന്, പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സംഗതിയാണ്. പക്ഷേ പൗരത്വത്തിൻ്റെ അടിസ്ഥാന ശിലകൾ, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് CAA-യുടെ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ്, അതും റംസാൻ മാസത്തിൻ്റെ തുടക്കത്തിലുള്ള ദിവസം തന്നെ അത് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഇലക്ഷനെ സമീപിക്കുന്നത്. വളരെ വിചിത്രം, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഒരിടത്തും CAA എന്നുള്ള കാര്യം പരാമർശിക്കുന്ന പോലുമില്ല. ഈ കഴിഞ്ഞ ഏപ്രിൽ 14 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡൽഹി എഡിഷനിൽ ഫസ്റ്റ് പേജിൽ തന്നെ വാർത്ത വന്നു, ഡ്രാഫ്റ്റിനകത്ത് P. ചിദംബരം ചെയർമാനായിട്ടുള്ള ഡ്രാഫ്റ്റ് കമ്മിറ്റി, ശശി തരൂർ ഉൾപ്പെട്ടിട്ടുള്ള ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റിനകത്ത് CAA വിഷയം ഉണ്ടായിരുന്നു, പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കപ്പെടുകയായിരുന്നു എന്നുള്ളത്. അത് ആ പരാമർശം, ആ വാർത്ത സത്യമാണെന്ന് തെളിയിക്കുന്ന അടിവരയിടുന്നതായിരുന്നു ചിദംബരം കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തന്നെ 55 പേജ് നീളമുണ്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോയ്ക്ക്, ഈ CAA-യുടെ ഇതും കൂടി പരാമർശിച്ച് കഴിഞ്ഞാൽ ഈ മാനിഫെസ്റ്റോയുടെ നീളം വല്ലാതെ കൂടിപ്പോവും, അതുകൊണ്ട് ഒഴിവാക്കിയതാണെന്നാണ് അദ്ദേഹം പറയാണ്. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഞാൻ ഉറപ്പ് നൽകുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA നടപ്പിലാക്കില്ല. ഇപ്പൊ സാധാരണ ഏത് പാർട്ടി ആയിരുന്നാലും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളത്. തിരിച്ചുള്ളത് എവിടെയും സംഭവിച്ചതായിട്ട് എനിക്കറിയില്ല. കാരണം വളരെ ക്രൂഷ്യലായ ഒരു വിഷയം ഉണ്ടാവുകയും അത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയാതിരിക്കുക, എന്നിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം അത് നടപ്പിലാക്കുമെന്ന് പറയാ, അത് നമ്മൾ വിശ്വസിക്കേണ്ടി വരിക. ഈ വിഷയത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കർശനമായിട്ട് പിണറായി വിജയൻ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം ഇതിനേക്കാൾ പ്രധാനമായിരുന്നു. എന്തുകൊണ്ടാണ് CAA അടക്കമുള്ള വിഷയങ്ങൾ, എന്തുകൊണ്ടാണ് BJP സർക്കാരിൻ്റെ, മോഡി സർക്കാരിൻ്റെ വർഗീയ നിലപാടുകളെ നമ്മൾ എതിർക്കുന്നത്? എല്ലാ മനുഷ്യർക്കും ജാതി മത രാഷ്ട്രീയ വിഭിന്നതകൾക്ക് എന്താ പറയുക അതീതമായിട്ട് ജീവിക്കാനുള്ള അവകാശമുള്ളൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയാണ് നമ്മളുടേത്. എല്ലാ മതവിശ്വാസങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും പടർന്ന് പടർന്ന് വിരാജിക്കാനുള്ളൊരു ആകാശമാണ് ഇന്ത്യക്ക് ഉണ്ടാവേണ്ടത്. ഇന്ത്യയിൽ വയനാട്ടിൽ തുടങ്ങി കണ്ണൂരിലേക്ക് മാറി മലപ്പുറത്തേക്ക് മാറിയിട്ട് ലീഗിന്റെ കൊടി വീശാൻ അവകാശമില്ല. ഈ രണ്ട് വിഷയങ്ങളിൽ എടുത്ത അഴകുഴമ്പൻ നിലപാടുകളുടെ പേരിലാണ് കർശനമായിട്ട് വിമർശിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഇന്ന് ഈ ചർച്ച നമ്മൾ നടത്തുന്ന സമയത്ത് ഒരു വാർത്ത വരുന്നുണ്ട്. നമുക്കറിയാം എത്രയോ MLA-മാരെയും MP-മാരെയും മുഖ്യമന്ത്രിമാരെയും BJP-യിലേക്ക് സംഭാവന ചെയ്ത കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭാവന രീതി എന്താ പറയുക ഇവോൾവ് ചെയ്തെടുത്തിരിക്കുന്നു. സൂററ്റിലെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള നിലേഷ് കുംഭാനി, അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നു, BJP-യുടെ കാൻഡിഡേറ്റ് നോമിനേഷൻ കൊടുക്കുന്നു, അദ്ദേഹം കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഡമ്മി സ്ഥാനാർത്ഥി കൊടുക്കുന്നു, 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നോമിനേഷൻ കൊടുക്കുന്നു. പക്ഷേ നിലേഷ് കുംഭാനിയുടെയും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഡമ്മി കാൻഡിഡേറ്റിനെയും മാത്രം പത്രികകൾ തള്ളിപ്പോകുന്നു, ബാക്കി എല്ലാവരുടേതും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മുഴുവൻ പത്രിക പിൻവലിക്കുന്നു. ആദ്യമായിട്ട് 2024 തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് BJP-യുടെ സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ എത്തിച്ചിരിക്കുന്നു കോൺഗ്രസ്. എന്നിട്ട് ഇതേ നിലേഷ് കുംഭാനി ഇതാ BJP-യിൽ ചേരാൻ പോകുന്നു. ഇതാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വോട്ട് ചെയ്യുക എന്നുള്ള കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് LDF-ന്. അതിനോടുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്ന് വന്നിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് സെക്കൻഡ് റൗണ്ട് അതിലേക്ക് വരാം. പ്രേംകുമാർ, നമുക്കതിലേക്ക് വരാം. അതായത് ഇപ്പോൾ സംസാരിച്ച വിധത്തിലുള്ള ശക്തമായ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൻ്റെതായ വിഷയങ്ങൾ കേരളത്തിൻ്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ സജീവമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ജനവിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായും മാറും. അപ്പോഴും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF LDF അല്ലെങ്കിൽ LDF UDF നേരിട്ടുള്ള മത്സരം നടക്കുന്നൊരു സാഹചര്യം. ഇന്ന് മുഖ്യമന്ത്രി
പറഞ്ഞത് റോണി കെ ബേബി, ഇപ്പോൾ BJP മത്സരിക്കുന്നുണ്ട്. BJP ഉള്ളതുകൊണ്ട് തന്നെ 3 കക്ഷികൾ ഉള്ളതുകൊണ്ട് തന്നെ 3 മുന്നണികൾ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ത്രികോണ മത്സരമാണ്. പക്ഷേ കേരളത്തിൽ ആ മത്സരം ഈ പറഞ്ഞതുപോലെ LDF UDF 2 മുന്നണികളും തമ്മിൽ തന്നെയാണ് എന്നുള്ള വളരെ വ്യക്തമായൊരു അന്തരീക്ഷത്തിലാണ് ഈ പ്രചാരണം അവസാനിക്കാൻ പോകുന്നത്. നോക്കൂ, ഇന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനം വന്നത് നിരന്തരം മുസ്ലിം വിരുദ്ധ പ്രസംഗം പ്രധാനമന്ത്രി മോദി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വളരെ ശക്തമായി മുഖ്യമന്ത്രി അതേക്കുറിച്ച് പറഞ്ഞത് വിഷലിപ്തമായ വർഗീയ പ്രചാരണം നടത്തുന്നു, പച്ചയായ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ടതായിരുന്നു. രാവിലെ വാർത്താ സമ്മേളനത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ കാൽക്കീഴിലാക്കുന്ന നടപടിയാണ് മോദി സർക്കാർ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ ആജ്ഞാനുവർത്തികളായി മാറി. വൈകുന്നേരം വന്ന വാർത്ത അല്ലെങ്കിൽ പിന്നീട് വന്ന വാർത്ത പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുന്നു, പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏറ്റവും അവസാനത്തെ വിഷയത്തിൽ പോലും ശക്തമായി മോദി സമീപനത്തെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സമീപിക്കുന്നതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ആ നിലയ്ക്ക് നോക്കിയാൽ കേരളത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്ത് വിഷയങ്ങൾ വോട്ടർമാർക്ക് മുമ്പിൽ ഏറ്റവും ശക്തമായി അവതരിപ്പിച്ച വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? ആ വിധത്തിൽ അത് CPIM അല്ലേ, LDF അല്ലേ? ഇന്നത്തെ ഈ വിഷയത്തിലടക്കം എത്ര സ്ട്രോങ് ആയിട്ടുള്ള, എത്ര ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിനകത്ത് വേറെ ആരുടേത് പറയാനാകും റോണി? അത്ര ശക്തമായി ഇത് പറഞ്ഞുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ രാഹുലും കോൺഗ്രസിനും പിഴയ്ക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പില് തന്ത്രങ്ങൾ ആരുടെയാണ് പാളിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് CPMന്റെ തന്ത്രങ്ങൾ തന്നെയാണ്. മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു മുഖ്യമന്ത്രിയും CPM ഇടതുപക്ഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? കേന്ദ്രം ഞങ്ങളെ അവഗണിക്കുന്നു, കേന്ദ്രം കേരളത്തിന് തരാനുള്ളത് നൽകുന്നില്ല, അല്ലെങ്കിൽ കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങൾ അവിടെ രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ കേസുകൾക്ക് പോയി, അങ്ങ് ഡൽഹിയിൽ പോയി സമരങ്ങൾ വരെ നടത്തിയതാണ് CPM BJP പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒക്കെ. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനങ്ങൾ, അദ്ദേഹം എല്ലാ ദിവസവും കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു, പാർട്ടി ഫോറങ്ങളിൽ അഡ്രസ് ചെയ്യുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. അവിടെയെല്ലാം അദ്ദേഹം വിമർശനം അഴിച്ചുവിടുന്നത് കോൺഗ്രസിനെതിരെയാണ്. അദ്ദേഹം വിമർശനം അഴിച്ചുവിടുന്നത് എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം BJP വിമർശിച്ചിട്ടില്ല, പ്രധാനമന്ത്രി വിമർശിച്ചിട്ടില്ല. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് എത്ര രൂക്ഷമായി കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിച്ചിട്ട് പോയിട്ടും കേരള മുഖ്യമന്ത്രിക്ക് മാത്രം തിരിച്ചൊന്നും പറയാനില്ല. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ CPM ഇവിടെ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാം, എങ്ങനെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താം, എങ്ങനെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് കുറച്ചൊക്കെ നേടി എങ്ങനെയെങ്കിലും 2-3 സീറ്റുകളിൽ ജയിക്കാം. ഇവിടെ ഒരു ദേശീയ താല്പര്യത്തോടു കൂടി അല്ല CPM പ്രവർത്തിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും CPMന്റെയും പ്രചരണത്തിൽ നിന്നും ക്യാമ്പയിനിൽ നിന്നും വളരെ വ്യക്തമാണ്. അതാണല്ലോ ഇന്നലെ CPMന്റെ MLA അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ MLA PV അൻവർ അദ്ദേഹം ഏത് നിലവാരത്തിലേക്ക് താന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടുകൂടി. ഇന്ത്യയിൽ BJPയോ RSSോ പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ. കാരണം ശ്രീ രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണ് മലയാളികൾ കാണുന്നത്, അല്ലെ എത്രമാത്രം ഒരു അറ്റാച്ച്മെന്റ് കേരളത്തിന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഉണ്ട് എന്നറിയാം. കാരണം 2019 CPMന് കേരളത്തിൽ സീറ്റുകൾ തീരെ കുറഞ്ഞു പോയത്, അല്ലെ ഒരു സീറ്റിൽ മാത്രം ഇടതുപക്ഷം ജയിക്കാൻ കാരണമായത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുള്ള വലിയ ഒരു അഭിനിവേശം, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണുവാനുള്ള മലയാളികളുടെ വലിയൊരു ആവേശം, അതാണെന്ന് കൃത്യമായി ഇടതുപക്ഷത്തിനും CPMനും മുഖ്യമന്ത്രിക്കും ഒക്കെ അറിയാം. അതിനുവേണ്ടി എന്ത് ചെയ്തു? PV അൻവർ എന്ന് പറയുന്ന ആളെ കൊണ്ട് ഇത്രയും തരം താണ രീതിയിൽ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, മാന്യന്മാരായ ആളുകൾക്കെതിരെ കവലച്ചട്ടമ്പുകളെ കൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന രീതിയിൽ, ആക്രോശം ഉന്നയിക്കുന്ന രീതിയിൽ, അതുപോലെ ഏറ്റവും തരത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അന്തസ്സും അഭിമാനവും മാന്യതയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ദേശീയ കോർഡിനേറ്റർ ഏറ്റവും ഹീനമായ, ഏറ്റവും അശ്ലീലം നിറഞ്ഞ നിലയിൽ KK ശൈലജ ടീച്ചർക്ക് നേരെ സംസാരിക്കുന്നത് കണ്ടതല്ലേ ഈ നാട്? ഇങ്ങനെയുള്ള എല്ലാ പരാമർശവും ഞാൻ ചോദിച്ചു, അതിലേതിലൊരു പരാമർശത്തെ ഞങ്ങളുടെ ഏതിലൊരു നേതാവ് ഓൺ ചെയ്തിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ രണ്ട് വനിതാ MLAമാർ ശൈലജ ടീച്ചറിനോട് പിന്തുണയായിട്ട് വന്നു. അതാണ് ഞങ്ങൾ കാണിച്ച രാഷ്ട്രീയ മര്യാദ. ഉമാ തോമസ് ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ള പരാതിയായിരുന്നു. ഇതൊക്കെ എവിടെയെന്നാ ചോദിച്ചത്? ഇതൊക്കെ ഇനി കാണിച്ചു കൂടെ കൊടുക്കുന്നതാണ് ഇത്തരം അശ്ലീല വീഡിയോകളും ഇത്തരം പ്രചാരണങ്ങളും. എവിടെ ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. അത് എവിടെയാണ് അതൊരു ന്യായീകരണമാകുന്നത്? മര്യാദയാണ്. അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്തുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ശരിയല്ല എന്ന് പറയണം. അത് എവിടെ എന്ന് ചോദിക്കുന്നതാണോ മര്യാദ?
ശരി. അല്ല, ശൈലജ ടീച്ചർ തന്നെ യൂട്ടേൺ അടിച്ചല്ലോ. ഞങ്ങൾ എടുത്ത സമീപനം എന്തായിരുന്നു? ഇനി ശൈലജ ടീച്ചറിനെതിരെ ഉണ്ടായ അവരെ വ്യക്തിപരമായി ശൈലജ ടീച്ചറിനെ, ഞാൻ ബഹുമാനപ്പെട്ട ടീച്ചർ എന്ന് തന്നെ പറയുന്നത്, ആ ടീച്ചറിനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വീഡിയോയോ പോസ്റ്റോ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുക. അതിനെ അതിശക്തമായി ഞങ്ങൾ എതിർത്തതാണ്, വിമർശിച്ചതാണ്. കേരള മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് എത്രയോ ഉയരുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ വരാം. ശ്രീ അനിൽകുമാർ, ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചത്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി വിമർശിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ കോൺഗ്രസ് എങ്ങനെയാണ് അതിപ്പോൾ കേരളത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാം. അതിലേറ്റവും ഒടുവിൽ അൻവറിനെ പരാമർശിച്ചുകൊണ്ടൊരു നിലപാട് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒരു ഭാഗത്തുണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് CPIM-നാണ് പാളിയത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് വിഷയങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൽ CPIM-ന് പാളി എന്ന് കോൺഗ്രസ് വിലയിരുത്തിയാൽ എന്താവും താങ്കളുടെ മറുപടി? മാർച്ചിൽ ഈ കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രിയും സർക്കാരും അല്ലെങ്കിൽ LDF-ഉം എവിടെയോ പോയി മറഞ്ഞു എന്നും പിന്നീട് അതേക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല എന്നും പിന്നീട് വേറെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും പറയുന്നതിലേക്ക് മാത്രം പരിമിതപ്പെട്ടും എന്നുമാണ് CPIM-ൻ്റെ പ്രചാരണ വിഷയങ്ങളെ ഉള്ള ഊന്നലിനെ കോൺഗ്രസ് പ്രതിനിധി മനസ്സിലാക്കുന്നത് എങ്കിൽ എന്താണ് താങ്കളുടെ മറുപടി? BJP-ക്കെതിരായി കേരളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന് രണ്ട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നാമത്തെ അനുഭവം 2004 2004 കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാതെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിശ്വസിച്ചു. ഇടതുപക്ഷം ദില്ലിയിൽ പോയി BJP-ക്കെതിരായ ഒരു ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തു. അത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ തന്നെ കോൺഗ്രസ്സുകാരായിരുന്നു. ഒരു പ്രതിഫലവും കൈപ്പറ്റിയിട്ടില്ല. കൈപ്പറ്റിയ പ്രതിഫലം ദേശീയ മിനിമം പരിപാടിയാണ്, പൊതു മിനിമം പരിപാടി മാത്രമാണ്. അത് കേരളത്തിലെ ഒരു അനുഭവം. രണ്ടാമത്തെ അനുഭവം 2019. 2019 ഇടതുപക്ഷത്തെയല്ല, മോദിക്കെതിരായ വിശ്വസ്തരായ MP-മാരായി കേരളത്തിൽ തിരഞ്ഞെടുത്തത് UDF-നെയാണ്. ഞങ്ങളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരായ വിധിയെടുത്തൊന്നുമല്ല, മോദിക്കെതിരെ പോകാൻ MP-മാർ UDF-ൻ്റെ പോട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ജനങ്ങളെ വീണ്ടും സമീപിച്ചു. പാർലമെൻറ്റ്, പിന്നെ നിയമസഭയിലും പഞ്ചായത്തിലൊക്കെ ഞങ്ങളങ്ങ് ജയിച്ചു. അപ്പോൾ 2019 അനുഭവം എന്താ കണ്ടത്? 18 MP-മാരെ UDF-നെ ഡൽഹിയിലേക്ക് വിട്ടു. അവർ ഫലപ്രദമായി മോദിയെ നേരിട്ടോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. അതാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി ആ 18-അംഗ സംഘത്തിലെ ഒരു MP-യാണ്. രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണെന്നൊക്കെ നിങ്ങൾക്ക് അവകാശവാദത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദേശീയവാദമാകണമെങ്കിൽ ദേശീയ ചിന്ത വേണം, ഒരു നാഷണൽ ഔട്ട്ലുക്ക് വേണം. അപ്പോൾ 18-അംഗ MP-മാരുടെ UDF സംഘത്തിലെ MP-മാർ ഒരാളായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ 5 കൊല്ലത്തിനിടയ്ക്ക് മോദിക്കെതിരായി നടത്തിയിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ യുദ്ധമേത്? അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് മോദിക്ക് നന്ദി പറയുമ്പോൾ നന്ദി പറയുന്ന പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ ലീഗ് വിട്ടുനിന്നു, പക്ഷേ കോൺഗ്രസ്സുകാർ അകത്തിരുന്നു. അപ്പോൾ UDF തന്നെ പടർന്നു പോയില്ലേ? ഈ ഭിന്നത ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ചുമതലയാണ്. കാരണം എന്താണ്? കേരളം ഇനിയും വോട്ട് ചെയ്യാൻ പോകുന്നത് BJP-ക്കെതിരായിട്ടാണ്, മോദിക്കെതിരായിട്ടാണ്. കേരളത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 88% ആളുകളും BJP-ക്കെതിരായിട്ട് ഇനി വോട്ട് ചെയ്യാൻ പോവുകയാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ 2004 2019 നിങ്ങൾ കണക്കിലെടുക്കാൻ പോകുന്നത്? 2019 ആണെങ്കിൽ നിങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങിയ കോൺഗ്രസിനെ വിശ്വസിക്കാമോ? ഇപ്പോൾ ഇന്നൊരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് ഹിമന്ത ബിശ്വ ശർമ്മയുടെ. അദ്ദേഹം പഴയ കോൺഗ്രസ് നേതാവാണ്. ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ പ്രമാണിമാരായ നേതാക്കന്മാരുടെ എല്ലാം സഹപ്രവർത്തകനാണ്. BJP-യിലേക്ക് പോയ നേതാവാണ്. അദ്ദേഹമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആളെ കൊണ്ടുപോകാനുള്ളൊരു ഏജൻസി. അദ്ദേഹം കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഓപ്പറേഷൻ വെറുതെ MP-മാരെ MLA-മാരെയും കൊണ്ടുപോവുക മാത്രമല്ല, ഒരു പ്രാദേശിക കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുക. എന്നിട്ട് ആ കോൺഗ്രസ് പാർട്ടി പിന്നീട് BJP-യുമായിട്ട് സഖ്യം ചേർന്ന് വിജയം നേടുക. അതിന് സുധാകരനെ സമീപിച്ച് അടക്കമുള്ള കാര്യങ്ങൾ സുധാകരൻ വെളിപ്പെടുത്തിയില്ലേ? കേന്ദ്രത്തിൽ നിന്ന് സമീപിച്ച് അടക്കമുള്ള ആളുകൾ. ഇന്ന് സുധാകരൻ്റെ PA തന്നെ പോയിട്ടുണ്ട്. നാളെ BJP-യുടെ ഓഫീസിലേക്ക് സുധാകരൻ കയറി ചെല്ലുമ്പോൾ ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ ഒരു തോർത്തുമൊക്കെ വിരിച്ച് ബുക്ക് ചെയ്യാൻ തക്കവണ്ണം ഒരാളെ മുൻകൂട്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ മുമ്പിൽ ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാണ്. ഇത് ഞങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ മാന്യത, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തിരിച്ചൊരു മാന്യത ഞാൻ ചോദിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ പേരിൽ FIR എങ്കിലും ഉണ്ടോ? ഒരു FIR എങ്കിലും ഉണ്ടോ? ഒരു FIR പോലും ഇല്ലാത്ത, ഒരു കേസ് പോലും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നയാളുടെ മാന്യതയെക്കുറിച്ച് നിങ്ങളെന്ത് പറയും? രാഹുൽ ഗാന്ധിയുടെ മാന്യതയാണ് എൻ്റെ ചോദ്യം.
എൻ്റെ പേരിലൊരു FIR ഇല്ല. FIR ഇല്ലാത്ത എൻ്റെ പേരിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്നോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ അപമാനിക്കുകയാണ്. അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട്. തിരിച്ചു ചോദിച്ചാൽ അതാണ് കുറ്റം. ആ കോൺഗ്രസിന് ന്യായം തീരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ഏറ്റവും താഴെയുള്ള കോൺഗ്രസ് നിലവാരത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി വ്യക്തിഹത്യയുടെ തമ്പുരാനാണ്. അതുകൊണ്ട് ഇപ്പോൾ വ്യക്തിഹത്യയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വടകരയിലെ വീരന്മാരും വ്യാജ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ അത് തന്നെ രാഹുൽ ഗാന്ധിയും. മോദിയോട് കേജ്രിവാളിനെ എന്താ പിടിക്കാത്തതെന്ന് 2 കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി ചോദിച്ചു. അങ്ങനെ രാഹുൽ ഗാന്ധി ചോദിക്കുകയും മോദി കേജ്രിവാളിനെ പിടിച്ച് അകത്തിടുകയും ചെയ്തു. അകത്തിട്ടപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ്, എന്തിനാണ് കേജ്രിവാളിനെ പിടിച്ചത്? അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ഥിരതയില്ലാത്ത നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധിയെ സമൂഹം കണ്ടത്. അതേ സ്ഥിരതയില്ലായ്മയാണ് ഇവിടെ KPCCയുടെ കീഴിൽ വന്നു രാഹുൽ ഗാന്ധി. KPCC പറഞ്ഞാൽ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ കുഞ്ചിരാമൻ ചാടിക്കളിക്കുന്ന പോലെ KPCC പറയുന്നത് കേൾക്കാൻ ഗതി കെട്ടു രാഹുൽ ഗാന്ധി. ഒരു ഗതിയില്ലാതെ വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ഉത്തരേന്ത്യ രക്ഷയില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പഴയ രാഹുൽ ഗാന്ധിയല്ല, നിങ്ങൾ എത്രത്തോളം പതനത്തിലാണെന്ന് തെളിയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളും വ്യക്തമായത്. 5 കൊല്ലം മുമ്പ് വന്ന രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുമായിരുന്നില്ല. ഇപ്പം രാഹുൽ ഗാന്ധി പറയാൻ കാരണം എന്താണ്? രാഹുൽ ഗാന്ധിയുടെ ഗതികേടാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്തെഴുതി കൊടുത്താലും അത് പറയണം. ഈ കോൺഗ്രസ്സുകാർ നാളെ എന്ത് ചെയ്യും? സൂറത്തിലെ പോലെ സംഭവിക്കും. കോൺഗ്രസിൻ്റെ മുൻ 3 മുഖ്യമന്ത്രിമാരായ 3 പേരുടെ മക്കൾ BJPയിലേക്ക് പോയി. അതിലൊരാൾ R. ശങ്കറിൻ്റെ മകനാണ്, മറ്റൊരാൾ കരുണാകരൻ്റെ മകളാണ്, മറ്റൊരാൾ AK ആന്റണിയുടെ മകനാണ്. അതിൽ ഒരാളുടെ പിതാവിനെ മാത്രം അപമാനിക്കുന്ന പ്രസ്താവന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നടത്തി. 3 മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോകുമ്പോൾ ഒരാളുടെ പിതാവിന് മാത്രം സംശയം വരികയാണ്. അതെന്തിനായാണ് മറ്റ് 2 ആളുടെ കാര്യത്തിൽ സംശയമില്ലാതെ വരുന്നത്? അതിന് കാരണം AK ആന്റണി അടക്കമുള്ള ആളുകൾ അനുഗ്രഹിച്ച് അയച്ചിരിക്കുകയാണ് മക്കളെ. അത് പറയുമ്പോൾ അനുഗ്രഹിച്ച് അയക്കാൻ ഇടയായ കാരണം എന്ന് പറഞ്ഞാൽ മടിയിൽ കനമുണ്ടെന്നാണ്. മടിയിൽ കനമില്ലാത്ത ഇടതുപക്ഷത്തിന് പോരാടാനാകും. അതൊരു വഴിപിഴച്ച സമീപനമാണ് എന്ന ജനങ്ങളോട് ഞങ്ങൾ പറയുന്ന ഒന്നാമത്തെ ഉറപ്പെന്ന് പറയുന്നത് ഈ സംഘത്തെ വിട്ട പോലെയല്ല. 2004 പോലെ ഇടതുപക്ഷത്തെ വിട്ടാൽ ഒരു കണ്ടീഷനും ഇല്ല, ഒരു ദേശീയ ബദൽ ഉണ്ടാകും. അതിൽ ഞങ്ങൾ പിന്തുണ കൊടുത്ത് ഞങ്ങളുടെ ഉണ്ടാകും. മോദിക്കെതിരായ ഒരു ബദൽ ഞങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന് കേൾക്കാനാവുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കും, മാറുന്ന സംഘമല്ല പോകുന്നത്, ഉറപ്പുള്ള സംഘം പോകുന്നത്. ഉറപ്പുള്ള 20 അയക്കണോ, ഉറപ്പില്ലാത്തൊരു സംഘത്തെ അയക്കണോ എന്നുള്ള കേരളത്തോടുള്ള ചോദ്യമാണ്. ശ്രീ അനിൽകുമാർ, നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ അനിൽകുമാർ, ഞാൻ ഇടയിൽ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് ഈ സ്റ്റുഡിയോയിൽ നിന്ന് പറയുന്നത് കേൾക്കാനാവുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വളരെ ചെറിയൊരു റെസ്പോൺസ് വേണം. താങ്കൾ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം അന്ന് പത്മജ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയപ്പോൾ ലീഡറെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. താങ്കളത് ഓർമ്മിച്ചു. ഇവിടെ ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ PV അൻവർ MLA, രാഹുൽ ഗാന്ധി, പുതിയ കോൺടെക്സ്റ്റിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ DNA എന്ന നിലയിലാവും അത് പറഞ്ഞെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ നിലയിൽ പറഞ്ഞതും മറ്റേ കോൺടെക്സ്റ്റിൽ തന്നെ, യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ അതേ കോൺടെക്സ്റ്റിൽ തന്നെ ഒരു വിമർശനപരമായി വന്നാലോ എന്ത് മറുപടി പറയും? വളരെ ചുരുക്കി ശ്രീ അനിൽകുമാർ, അടുത്ത ചർച്ചയിലേക്ക് പോകുമ്പോൾ ദീർഘമായി നമുക്ക് അടുത്ത പോയിന്റുകളിലേക്ക് വരാം. എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ഈ ഒരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ടോ ഡോക്ടർ പ്രേംകുമാർ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അനിൽകുമാർ വിശദീകരിച്ചു, സ്ഥിരതയില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് 2019 അനുഭവമുള്ള ഇടതുമുന്നണി പദാനുപദം ഓരോ വിഷയവും ഓർമ്മിപ്പിച്ചും മോദി സർക്കാരിനെതിരായി നിലപാട് പാർലമെൻറ്റിനകത്തും പുറത്തും എടുക്കുന്ന കാര്യത്തിൽ ഒരു സ്ഥിരതയുമില്ലാത്തയാളാണ് എന്ന് നിരന്തരം പറയുക എന്നുള്ളതൊരു മുന്നണിയുടെ ഉത്തരവാദിത്വമാണ്, രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ്. അത് നിറവേറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുൻനിരയിൽ നിന്ന് അതിനെ നയിച്ച മുഖ്യമന്ത്രി തന്നെ ഏറ്റവും ശക്തമായി അത് ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിനും UDFനും എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാക്കും എന്നുള്ളതും സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മറിച്ചൊരു പ്രതികരണം നടത്തിക്കുക, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വീണ്ടും പറയുക, രാഹുൽ ഗാന്ധിയെ കൊണ്ട് പിണറായിക്കെതിരെ പറയിക്കാൻ കഴിഞ്ഞല്ലോ എന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ഒരു വലിയ നേട്ടമോ ആശ്വാസമായോ അതിനെ കാണാൻ ഇടയുണ്ടോ? ആ നിലയിലൊരു ആശ്വാസവും നേട്ടവും ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടുണ്ടാവുമോ? ഒന്ന്,
CM പിണറായി വിജയൻ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നിടത്തൊക്കെ ഇന്ന് അവസാനത്തെ പത്രസമ്മേളനത്തിലും വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്. പിണറായി വിജയൻ ഒരു സംസ്ഥാനത്തെ കാര്യങ്ങൾ നോക്കുന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണെങ്കിൽ പോലും ഇലക്ഷനിൽ ഒരു നാഷണൽ ലെവലിലേക്ക് അറ്റ് പ്രസന്റ് പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു നേതാവല്ല. രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലുള്ള ഡയലോഗ്സ് വരാൻ പാടില്ല. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു എന്നും അദ്ദേഹം സ്ഥിരതയില്ലാത്ത രീതിയിൽ റെസ്പോൺസിബിൾ അല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു ഇലക്ഷനിൽ അദ്ദേഹം നയിച്ച പാർട്ടി പരാജയപ്പെടുന്നു, ഉടനെ മറ്റൊരു പ്രസിഡന്റിനെ കാണുക പോലും ചെയ്യാതെ അത് ഒഴിവാക്കിയിട്ട് 1 മാസത്തേക്ക് 2 മാസത്തേക്ക് ധ്യാനത്തിന് പോകുന്ന രീതിയിലുള്ള ഉത്തരവാദിത്വമില്ലായ്മ കാണിക്കുന്ന നേതാവാണെന്നുള്ള രാഹുൽ ഗാന്ധി പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹവും ഇഷ്ടവും മലയാളികൾക്കും ഇന്ത്യക്കാർക്കും പൊതുവെയുള്ള ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് വരുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സമയം വരുന്ന സമയത്ത് അത് പ്രോപ്പറായ രീതിയിൽ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതിൽ രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടേണ്ടതുണ്ട്. ആ വിമർശനം BJP-ക്കെതിരെ NDA-ക്ക് എതിരെയുള്ള ശക്തമായൊരു ബ്ലോക്ക് കെട്ടിപ്പടുക്കുന്നതിൽ ചരിത്രപരമായിട്ട് അവർക്കുള്ള ഉത്തരവാദിത്തം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതിൽ കാര്യം വളരെ ലളിതമാണ്. രാഹുൽ ഗാന്ധിയാണ് സംസാരിക്കുന്നതെങ്കിൽ, നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താ പറയുക ആവാഹിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് സംസാരിക്കുന്നതെങ്കിൽ മലയാളികളും ഇടതുപക്ഷക്കാരും രാഷ്ട്രീയക്കാരെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കും. പക്ഷേ ഈ വേഷത്തിൽ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതി കൊടുക്കുന്ന സാധനം കനകോലും എഴുതി കൊടുക്കുന്ന സാധനമാണ് രാഹുൽ ഗാന്ധി വന്ന് സംസാരിക്കുന്നതെങ്കിൽ വളരെ കർശനമായി തന്നെ വിമർശിക്കപ്പെടും. നെഹ്റുവിൻ്റെ ട്രഡീഷൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന, പൊളിറ്റിക്കൽ ട്രഡീഷൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞാൽ കർശനമായി തന്നെ വിമർശനമുണ്ടാവും. പിന്നെ കോൺഗ്രസ്സുകാർ ഇതിനെല്ലാം കാണുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ആദ്യ വാക്കിൽ തന്നെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? രാഷ്ട്രീയ തന്ത്രത്തിന്റെ കാര്യത്തിൽ CPM ആണ് പരാജയപ്പെട്ടെന്ന. രാഷ്ട്രീയ തന്ത്രം, സ്ട്രാറ്റജി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പിണറായി വിജയനും LDF-ഉം നിരന്തരം മുന്നോട്ട് വെക്കുന്നത് കൃത്യമായ പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയ നിലപാടാണ്. തന്ത്രം എന്നുള്ളത് മറ്റൊന്നാണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ തന്ത്രമാണ്. അത് വയനാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്ത്രമാണ്. പച്ചക്കൊടി, ലീഗിന്റെ പച്ചക്കൊടി മടക്കി അരയിൽ വെച്ചാൽ മതി എന്നുള്ളത് 3rd റേറ്റ് 4th റേറ്റ് രാഷ്ട്രീയ തന്ത്രമാണ്. ആനി രാജയുടെ ഇലക്ഷൻ എന്താ പറയുക റാലിയിൽ INL-ന്റെ പച്ചക്കൊടി ധാരാളം എടുത്തു വീശി എന്നുള്ളത് രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ഇത് തമ്മിലാണ് വ്യത്യാസം. രാഷ്ട്രീയ തന്ത്രവും രാഷ്ട്രീയ പ്രഖ്യാപനവും. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ CAA എവിടെയെന്ന് ചോദിക്കുമ്പം ഇല്ലെന്നിരിക്കെ ഇല്ല എന്ന് പറയാനുള്ള സത്യസന്ധതയില്ലാതെ 7ാം പേജിലുണ്ട്, 8ാം പേജിലുണ്ട്, 22ാം പേജിലുണ്ട് എന്ന് പറയുന്നത് വളരെ മോശമായ രാഷ്ട്രീയ തന്ത്രമാണ്. ആ തന്ത്രമല്ല ഇത്തരം ഒരു കോൺഗ്രസിൽ മുന്നോട്ട് വെക്കേണ്ടത്. അതാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങളാണെങ്കിലും അത് ദിവസം എന്നുള്ള രീതിയിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂടെയുള്ള ആളുകളെ പോലും ഇവർക്ക് നിർത്താൻ പറ്റുന്നില്ല. ഒറ്റൊന്നും കൂടെ, കഴിഞ്ഞ ആഴ്ചയാണ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നത്. കേരളത്തെ പറ്റി പറഞ്ഞ പരാമർശങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി പറഞ്ഞത് പിണറായി വിജയനാണ്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെ ചൊല്ലിയിട്ട് പ്രധാനമന്ത്രിയുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേസ് കൊടുത്തിരിക്കുന്നത് CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ബൃന്ദ കാരാട്ടാണ്. ആ ഇടയ്ക്കാണ് ഇവർ പറയുന്നത് മോഡിയെ വിമർശിക്കുന്നില്ല എന്നുള്ളത്. കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. കുറച്ചുപേർ, ഇവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾ വിശ്വസിക്കാം. പക്ഷേ രാഷ്ട്രീയ സാക്ഷരതയുള്ള മലയാളികൾക്ക് ഇത് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഈ പ്രചരണ കാലവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയ്ക്ക് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം, നേരത്തെ റോണി കെ ബേബി മാർച്ചിലെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ധനപ്രതിസന്ധി സൃഷ്ടിക്കുന്നു, കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്നതിൽ നിന്ന് പിൻവാങ്ങി എന്ന നിലയിൽ ഒരു വാചകം നടത്തില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 1.5 മാസക്കാലമായി കേരളത്തിലുടനീളം 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും പല ഘട്ടങ്ങളിലായി പടക്കളം എന്ന ഞങ്ങളുടെ പരിപാടി, റോണി അതിൽ പങ്കാളിയായ ആളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. മാർച്ച് മാസത്തിൽ ഈ പരിപാടിയുമായി കേരളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഈ പൊതുപരിപാടികളെ പൊതുജനങ്ങൾ അണിനിരക്കുന്ന ഈ പരിപാടിയിലെ ഏറ്റവും വലിയ കുന്തമുന എന്ന് പറയുന്നത് പെൻഷൻ എവിടെ, ക്ഷേമ പെൻഷൻ എവിടെ, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ് എന്ന നിലയിലേക്കായിരുന്നു.
എന്നാൽ ഏപ്രിൽ മാസം ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം പ്രചരണ രംഗത്ത് ഞങ്ങൾ ഈ പരിപാടിയുമായി എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഡയസിൽ നിൽക്കുന്ന UDF അവിടേക്ക് വരുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോ ഈ വിഷയം ഇടാതെയായി എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? സുപ്രീം കോടതിയിൽ കൊടുത്തൊരു കേസ് എന്തൊരു റിസ്ക്കാണ് ഒരു സർക്കാർ എടുത്തത്, ഏത് സർക്കാരുമാവട്ടെ, കേന്ദ്ര സർക്കാരിനെതിരെ. ധനകാര്യ മിസ്മാനേജ്മെൻറ്റാണ്, ധനകാര്യ മാനേജ്മെൻറ്റിലെ പിടിപ്പുകേടാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. എവിടെ? സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി ബെഞ്ച് അത് അനുവദിച്ചിരുന്നെങ്കിലോ, അത് കേട്ടിരുന്നെങ്കിലോ, കേരളത്തെ വിമർശിച്ചിരുന്നെങ്കിലോ നിങ്ങൾ ആരെങ്കിലും ഈ മുഖ്യമന്ത്രിക്കോ ഈ സർക്കാരിനോ ഇവിടെ നിന്ന് പിഴയ്ക്കാൻ അനുവദിക്കുമായിരുന്നു? കോടതിയിൽ നിന്ന് അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഡയറക്ഷൻ പോകുന്ന സാഹചര്യം വന്നു. അതുപോലെ തന്നെ ഹർജി പിൻവലിക്കണമെന്ന് പിടിവാശി വെച്ചപ്പോൾ കേന്ദ്രത്തോട് ശാസന രൂപത്തിൽ സംസാരിച്ചത് സുപ്രീം കോടതിയാണ്. 13,000-ൽ പരം കോടി രൂപ കിട്ടുന്നതിനുള്ള ഒരു അനുമതി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഭരണഘടനാ ബെഞ്ച് ഈ ഹർജി കേൾക്കുന്ന നിലയിലേക്ക് ഗൗരവമുള്ളതാണ് എന്ന് കണ്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്ക് അത് പോകുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ വഴി സ്വീകരിക്കുന്നു. സംസ്ഥാനങ്ങളുമായി കലഹിക്കേണ്ടവരല്ല കേന്ദ്ര സർക്കാർ എന്ന് കോടതി പറയുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അജണ്ടയിൽ നിന്ന് ഒരു സാധനം എടുത്ത് മാറ്റേണ്ടി വന്നു. ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തത്, രാഹുൽ ഗാന്ധി സ്ഥിരതയില്ലാത്ത നേതാവാണ് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയമായ ആവശ്യകതയല്ലേ? 2019-ൽ നിങ്ങളെല്ലാവരും പറയുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി കണ്ടൻ്റുള്ള ആൾ എന്ന നിലയിലേക്ക് ജയിച്ചുപോയി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? പാർലമെൻറ്റിനകത്തും പുറത്തും സ്ഥിരതയില്ലാത്ത നേതാവാണ് എന്ന് എല്ലാ കോണിലും ചർച്ച ഉയരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയെ വിമർശിക്കുന്നത് പോലെ മോദിക്കെതിരായ വിമർശനം ഉന്നയിക്കേണ്ട നേതാവിൻ്റെ പരിതാപകരമായ അവസ്ഥ, അത് ആ പാർട്ടിയെ കൊണ്ടുചെന്നെത്തിക്കുന്ന ദുർബലമായ ഒരു അന്തരീക്ഷം, ഇത് പറയേണ്ടത് ഒരു മുന്നണിയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യമില്ല. തന്ത്രമല്ല, അത് രാഷ്ട്രീയമല്ലേ? ആ രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണി മുന്നോട്ട് പോകുമ്പോൾ അതിനു മുമ്പിൽ പതറി നിന്നില്ലേ കേരളത്തിലെ കോൺഗ്രസ്? എനിക്ക് പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടത്. എനിക്കൊരു 2 മിനിറ്റിൽ എനിക്ക് സമയം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ സംസാരിച്ചതും എന്നോട് ഇപ്പോൾ ചോദിച്ച ചോദ്യവും ഒക്കെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശ്രീ അനിൽകുമാർ പറഞ്ഞ 2 പരാമർശങ്ങൾ മറുപടി പറയാതെ പോകുന്നത് ഉചിതമല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ഒന്നാമത് പറഞ്ഞു രാഹുൽ ഗാന്ധി വ്യക്തിഹത്യകളുടെ തമ്പുരാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അഭിമാനിക്കുന്നു. അദ്ദേഹം വ്യക്തിഹത്യകളുടെ തമ്പുരാനാണെന്നുള്ള അങ്ങയുടെ പരാമർശത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. കാരണം RSS ആണ് മഹാത്മാഗാന്ധിയെ കൊന്നത്, അല്ലെ മഹാത്മാഗാന്ധിയെ വധിച്ചത് എന്ന് പറഞ്ഞ് വ്യക്തിഹത്യ നടത്തിയെന്ന് RSS കേസ് കൊടുത്ത കേസിലെ പുതിയ രാഹുൽ ഗാന്ധി, അത് ഞങ്ങൾ അഭിമാനിക്കുന്നു. 2 പാർലമെന്റിൽ മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അയോഗ്യനാക്കപ്പെടാൻ പോലും അയോഗ്യത പോലും നേരിടേണ്ടി വന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇനി കേരളത്തിലേക്ക് വന്നാൽ ശ്രീ രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ എന്ത് വ്യക്തിഹത്യ നടത്തിയത്? ഇവിടെ അന്തരീക്ഷത്തിൽ നിന്നും എന്തെങ്കിലും ആരോപണം എടുത്തുകൊണ്ട് ഇവിടെ ആരോപണം ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അല്ല. 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചോളൂ. ED സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നേരത്തെ ഡോളർ കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്ത്, അതുമൊക്കെ ബന്ധപ്പെട്ട കേസുകൾ എവിടെ എത്തി നിൽക്കുന്നു, ആരാണ് അതിന്റെ പരമോന്നത, ഇതിന്റെ എല്ലാം ഉത്തരവാദി എന്ന് ED കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 1. 2, ഈ പറയുന്ന ഇന്ത്യൻ ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ പരാമർശം വളരെ കൃത്യമായി തന്നെ ആ വിധിയിൽ പറയുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ അതിന് മുകളിലുള്ള അധികാര കേന്ദ്രങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അല്ലാതെ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. കാരണം ഞങ്ങൾ ആദ്യം തൊട്ട് അനിൽകുമാർ ചോദിച്ച ഒരു FIR-നെ കുറിച്ച് പറയൂ. അദ്ദേഹത്തിനെതിരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ എവിടെയാണ് അറസ്റ്റിലേക്കൊക്കെ പാകമായ നിലയിൽ ഒരു അന്വേഷണത്തിന് പോകാൻ കഴിയുന്ന ഒരു FIR? അത് പറയൂ. വസ്തുതകൾ വെച്ച് വേണമല്ലോ സംസാരിക്കാൻ. അത് രാഹുൽ ഗാന്ധിക്ക് ബാധകമല്ലേ? അദ്ദേഹത്തെ പോലൊരു ദേശീയ നേതാവിന് ബാധകമല്ലേ? അവിടെയാണ് ഞങ്ങൾക്ക് സംശയം. അതാണ് ആ സംശയം. അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. അത് എന്ന് പറയുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര. ഞാനിവിടെ ഒറ്റ കാര്യം ചോദിച്ചോളൂ. ബംഗാളിൽ കോൺഗ്രസും CPM മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അനിൽകുമാറിന് അറിയാം. അവിടെ ഇന്ത്യ സഖ്യത്തിന് ഭാഗമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി നമ്മളുമായി ചേർന്നല്ല മത്സരിക്കുന്നത്, മുന്നണിയിലല്ല, അവരൊറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. പക്ഷെ അവിടെ എവിടെയെങ്കിലും ഈ മമതാ ബാനർജിയോ അല്ലെ അധീർ രഞ്ജൻ ചൗധരിയോ അല്ലെ CPM സംസ്ഥാന സെക്രട്ടറിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും പോർവിളി കത്തിയ രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് മമതാ ബാനർജിക്ക് എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടില്ല. കാരണം അവിടെ CPM-ന്റെയും കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ശത്രു എന്ന് പറയുന്നത് ഈ പറയുന്ന BJP-യാണ്. ഈ കോൺടെക്സ്റ്റിൽ ഒരു മറുപടി വേണം ശ്രീ അനിൽകുമാർ. റോണി ആ സാഹചര്യത്തെക്കുറിച്ച് ഈ ചർച്ചയിൽ വിശദീകരിച്ചത് കേട്ടല്ലോ. താങ്കൾ പറഞ്ഞതിനുള്ള മറുപടിയായി പറഞ്ഞതാണ്. അവിടെ ഇനി CPM ആണ് മറുപടി പറയേണ്ടത്.
ഭാരത് ജോഡോ യാത്ര ഈ ബംഗാളിൽ കിടന്നപ്പം എങ്ങനെയൊക്കെയാണ് മമതാ ബാനർജി രാഹുൽ ഗാന്ധിയോട് പെരുമാറിയത്? അവിടെ രാഹുൽ ഗാന്ധിയുടെ മീറ്റിംഗ് നടത്താൻ മൈതാനം അനുവദിച്ചു തന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് ഒരു രാഷ്ട്രീയമായ ഒരു കാര്യത്തിന് വിശദീകരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെ ന്യായസ്ഥന്മാർ വേറെ ഇല്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കോൺഗ്രസിന് സീതാറാം കേസരിയുടെ കാലത്തുള്ള കണക്ക് കൊടുക്കാത്ത കാര്യം പറഞ്ഞുകൊണ്ട് 251 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മൂട്ടിച്ചുകൊണ്ട് പോയ കൊള്ളക്കാരാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ 251 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു പറിച്ച കൊള്ളക്കാർ, നിർമ്മല സീതാരാമൻ്റെ കൊള്ളക്കാർ, കേരള മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ വേണ്ടി ഒരു കടലാസിൽ എഴുതി വെച്ചു, മുഖ്യമന്ത്രിയുടെ മകള് മതിയായ സേവനം കൊടുത്തിട്ടില്ല എന്ന്. എന്നാൽ അതിൻ്റെ തങ്ങേറ്റത്ത് എഴുതിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി കള്ളപ്പണമായിട്ട് വീട്ടിൽ പോയെന്ന്. ആ കടലാസിൽ എഴുതിയിട്ടുണ്ട് ചെന്നിത്തല കള്ളപ്പണം കൊണ്ട് വീട്ടിൽ പോയെന്ന്. അതിൽ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞും കള്ളപ്പണം കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് CPM നേതാക്കന്മാരും LDF നേതാക്കന്മാരും UDFകാരെയും മാത്രം ചേർത്ത് BJP നേതാക്കന്മാരെ ഒഴിവാക്കി ഉണ്ടാക്കിയൊരു കടലാസാണ്. അത് കള്ളക്കഥയാണ്, വാറോലയാണ് എന്നാണ് ഞങ്ങളുടെ കേസ്. നിങ്ങളുടെ കേസ് എന്താണ്? അതിൻ്റെ അറ്റത്ത് പിണറായി വിജയൻ്റെ പേരും മകളുടെ പേരും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടെങ്കിലും ഞങ്ങൾക്ക് അപമാനമൊന്നുമില്ല. ഞങ്ങളുടെ ചെന്നിത്തലയുടെ പേരുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടെങ്കിലും ഞങ്ങൾക്കത് അഭിമാനമാണ്. ഈ രാഷ്ട്രീയത്തിന് എന്താ ന്യായം പറയേണ്ടത്? LDFനെ UDFനെ അപമാനിക്കാറുണ്ടാക്കിയൊരു കടലാസിൻ്റെ അറ്റം വെച്ചിട്ട് ഞങ്ങൾക്കിട്ട് ചാമ്പാനോ? അത് നേരിട്ട് തന്നെ ഫൈറ്റ് ചെയ്തിട്ടാണ് LDF നിൽക്കുന്നത്. അപ്പം 251 കോടി രൂപയുടെ പിഴ വാങ്ങിയിട്ടുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ പാർട്ടി തന്നെ പറയണം കേട്ടോ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ന്യായസ്ഥന്മാരാണ്. പിന്നെ ED എത്ര മണിക്കൂറാണ്? 51 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത് നാഷണൽ ഹെറാൾഡ് കേസിൽ. എന്നിട്ട് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രതിയാണ്. കുറ്റപത്രം നിങ്ങൾക്കുണ്ട്. പിണറായി വിജയൻ പ്രതിയല്ലല്ലോ. പിന്നെ എവിടെ ഏത് സുപ്രീം കോടതിയിൽ അവിടെ വിട്ടു കൊടുത്തതാണ്? അതിലാണ് അവരുടെ സംശയം. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഒരു കോടതിയിലും അവിടെ വിട്ടു കൊടുത്തിട്ടില്ല. അതിലാണ് അവർക്ക് സംശയം. ആ സംശയത്തിന് കാരണം എന്താണ്? പറഞ്ഞോളൂ, എന്താണ്? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയെ വിളിച്ചു ചോദിക്കണം എന്ത് വേണം? മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട ഏതെങ്കിലും ഒരു കാര്യം വേണം. അത് കരിമണലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആൻ്റണിയുടെ കാലത്താണ് ആ കരിമണലിന് ലൈസൻസ് കൊടുത്തതെന്നും അത് സുപ്രീം കോടതിയിൽ അവർക്ക് അനുകൂലമായി അന്തിമവിധി വന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നുവെന്നും പിന്നീട് വന്ന 3 കൊല്ലക്കാലവും പിണറായി വിജയൻ്റെ സർക്കാർ കരിമണൽ ഖനനം നടത്തിച്ചിട്ടില്ലെന്നും ഈ 8.25 കൊല്ലത്തിനിടയ്ക്ക് ഒരു തരി മണൽ പോലും കരിമണൽ ഖനനം അനുവദിച്ചിട്ട് 8 കൊല്ലത്തിനിടയ്ക്ക് അനുവദിച്ചിട്ടില്ലെന്നും ബോധ്യമുള്ള കേരളത്തിലെ മനുഷ്യർക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഒരു കരിമണൽ കമ്പനിക്ക് വേണ്ടിയും ഒരു സർക്കാർ, പിണറായി സർക്കാർ തെറ്റായി ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ വിജിലൻസ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്, കുഴൽനാടൻ ഒളിച്ചു പോയിരിക്കുന്നത്. അത്തരമൊരു കാര്യത്തിനകത്താണ് നിങ്ങൾ രാഹുൽ ഗാന്ധി കുഴൽനാടനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ സംസാരിക്കുന്നത്. ഒരു കുഴൽനാടൻ്റെ നിലവാരമെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിരുന്നോ? ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം. ശരി, റൈറ്റ്. ഇവിടെ ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിലേക്ക് കൂടി ശ്രീ പ്രേംകുമാർ ഈ വിഷയങ്ങളാകെ സംസാരിക്കുമ്പോൾ എത്തേണ്ടതില്ലേ? നേരത്തെ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ്, ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ഉണ്ട്, ശ്രീ ഹസനാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യമുണ്ട്. CAയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ എഴുതാൻ ഞങ്ങൾക്ക് മനസ്സില്ല പ്രകടന പത്രികയിൽ എന്ന നിലയിലാണ് സംസാരിച്ചത്. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ K. സുധാകരൻ തികഞ്ഞ നിശബ്ദത പാലിക്കുന്നു. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു പ്രത്യേക ലിവറേജ് അതിലെ കാര്യത്തിലെടുക്കുക, അതുകൊണ്ട് പറയാത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ കേരളത്തിനകത്ത് കോൺഗ്രസിനെയും UDFനെയും നയിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. ഇപ്പോൾ VD സതീശൻ ഇലക്ട്രൽ ബോണ്ട് കേസ് ആ വിഷയം ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള 2 നിലപാടുകൾ, ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് കാട്ടിയിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. എന്താണ് ഇലക്ട്രൽ ബോണ്ടില് ഈ പൈസ വാങ്ങുന്നതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം? CPM മേടിച്ചിട്ടുണ്ട്, എല്ലാവരും മേടിച്ചിട്ടുണ്ട്. ഞാൻ തെളിവ് തരാം. തെളിവ് തരാന്ന്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ അല്ല, അത് നിങ്ങൾ എന്ത് ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നത്? ഞാനേ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ് ക്ലബിൽ വന്ന ഒരാളാണ്. നിങ്ങൾ ഈ ശത്രുക്കളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ? നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ട് അല്ലല്ലോ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് BJPയും കോൺഗ്രസും വാങ്ങിയതിനെ ഒരുപോലെ CPM വിമർശിക്കുകയാണ്. മനസ്സിലായി? ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ. ഞങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്നുള്ള പരാതി എന്താ? BJPക്കെതിരായിട്ടുള്ള പരാതി എന്താ? BJP വ്യവസായ സ്ഥാപനങ്ങളിൽ ആളുകളെ വിട്ട് EDയെയും CBIയെയും വിട്ട് റെയ്ഡ് നടത്തി സെറ്റിൽ ചെയ്ത് 500 കോടി 1000 കോടിയൊക്കെ വെച്ച് വാങ്ങിച്ച് വലിയ എമൗണ്ട് വാങ്ങിച്ചെന്നാണ്.
അല്ല, ഇപ്പോൾ ശ്രീ പ്രേംകുമാർ, അതായത് ഇലക്ട്രൽ ബോണ്ട് CPIM വാങ്ങിയിട്ടുണ്ട്, തെളിവുണ്ട് എന്ന് പറയുമ്പോൾ ആ തെളിവ് കാണുകയാണെങ്കിൽ അതൊരു വലിയ ദേശീയ വാർത്തയാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന വാർത്തയല്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നയാളാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ അദ്ദേഹം നേരെ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതിലെ പ്രശ്നം, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലൊരു കോൺഗ്രസ് ദേശീയ നേതാവിനെ ബ്രീഫ് ചെയ്ത് കേരളത്തിനകത്തെ രാഷ്ട്രീയത്തിനകത്ത് നിന്ന് അവർക്ക് പാകമാകും വിധം സംസാരിപ്പിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നയാൾ സ്വാഭാവികമായും VD സതീശനാകണം, അല്ലെങ്കിൽ KC വേണുഗോപാലാവണം. ഈ ലീഡർഷിപ്പിനനുസരിച്ചാണ് രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് പെരുമാറുന്നത്. ആ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രധാന നേതാവ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ പെരുമാറുന്നു എന്നതുകൂടി യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പൊതുവായ തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞ തന്ത്രവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ടതോ പരിശോധിക്കേണ്ടതോ ആണോ? അല്ല, അത് കോൺഗ്രസിൻ്റെ നിവൃത്തികെട്ട അവസ്ഥയിലുള്ള തന്ത്രമായിരിക്കാം. VD സതീശനെ പറ്റിയിട്ട് അന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരാൻ വൈകിയപ്പം സുധാകരൻ ഉപയോഗിച്ചൊരു വാക്കുണ്ടായിരുന്നു. മൈ ഡിയർ എന്നാണ് വിളിച്ചതെന്ന് മുരളീധരൻ നമുക്ക് പറഞ്ഞു തന്നു. ചില വാക്കുകൾ, അക്ഷരങ്ങൾ വിട്ടാൽ കൃത്യമായിട്ട് കേൾക്കാം. മനോഹരമായിട്ട് മുരളീധരൻ അത് പറയണ്ടായി. അത് മോശമാണ് എന്ന് മലയാളികൾ എല്ലാവരും പറഞ്ഞതാണ്. പക്ഷെ ചില സമയത്ത് തോന്നുന്നു അത് ശരിയായിരുന്നു എന്ന്. അങ്ങനെ തോന്നുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് നിങ്ങളിപ്പോൾ കാണിച്ചിട്ടുള്ളത്. കാരണം ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഒരു നിയമത്തിനെതിരെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ അതിന് മുന്നേ നിലനിന്നിരുന്ന 2-3 നിയമങ്ങൾ അമെൻഡ് ചെയ്തുകൊണ്ട്, കമ്പനീസ് ലോയും IT ആക്ടും വരെ അമെൻഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു നിയമത്തിനെതിരെ ഫൈറ്റ് ചെയ്ത് ഒരേ ഒരു പാർട്ടി, സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്ത ഒരേ ഒരു പാർട്ടി CPM ആണെന്നിരിക്കെ കൂളായിട്ട് പത്രസമ്മേളനത്തിൽ പറയുകയാണ്. പക്ഷേ കൈരളിയുടെ ഒരു റിപ്പോർട്ടർ ഒഴികെ ബാക്കി എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പർച്ചേസ്ഡ് ആണെന്നുള്ളതാണ്. പർച്ചേസ്ഡ് ആണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, VD സതീശൻ്റെ എന്താ പറയുക, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കിട്ടുന്ന സാധനങ്ങൾ വളരെ ആധികാരികമായിട്ട് ചർച്ചകളിൽ വന്ന് പറയുന്ന അവതാരകരും വലിയ വൻകിട നിരീക്ഷകരുമുള്ള ഒരു നാടാണ് കേരളം. ഇപ്പോൾ PV അൻവറിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറയട്ടെ, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ MN കാരശ്ശേരി എന്ന് പറഞ്ഞ സീനിയർ നിരീക്ഷകൻ പറയുന്നുണ്ട്, MT വാസുദേവൻ നായരെ തെറിവിളിച്ച് അപമാനിച്ച ആളാണ് PV അൻവർ എന്നുള്ളത്. അതൊരു ഫേക്ക് പോസ്റ്റ് ആയിരുന്നു എന്നും ഫേക്ക് പോസ്റ്റർ ആയിരുന്നു എന്നും അന്ന് തന്നെ അതിനെതിരെ PV അൻവർ നിയമ നടപടി സ്വീകരിച്ചിരുന്നു എന്നും നമുക്കറിയാം, കേരളത്തിന് മുഴുവൻ അറിയാം. ഇതേ ഫേക്ക് കാർഡ് സത്യമാണെന്ന് പറഞ്ഞ് സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞ നിങ്ങളുടെ പഴയ റിപ്പോർട്ടർ, കൈരളിയുടെ റിപ്പോർട്ടർ മറ്റൊരു ചർച്ചയിൽ പറയുകയും രാത്രി മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് പൊളിറ്റിക്കലായിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കാര്യങ്ങൾ പറയുക. ഇലക്ട്രൽ ബോണ്ട് CPM വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുക, 7ാമത്തെ പേജ് വായിച്ചു നോക്കിയാൽ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടെന്ന് പറയുക, അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആളുകളെ പുച്ഛിച്ച് എന്താ പറയുക അടിച്ചിറക്കി വിടുക. ഈ രീതിയിലുള്ള ഒരു ഡിസ്കോഴ്സാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. KK ശൈലജ ടീച്ചർ നിറഞ്ഞുകൊണ്ട് കണ്ഠമിടറിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ സംസാരിച്ച കാര്യങ്ങൾ പല വീഡിയോസും എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, സത്യമാണ്. അവർ റിപ്പോർട്ടർ ന്യൂസിലെ, റിപ്പോർട്ടർ TVയിലെ അരുൺകുമാറിനോട് സംസാരിച്ചതിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണെന്നുള്ള മട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മർക്കസിന്റെ പേരിലുള്ള ഫേക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേരിലുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ കാണാൻ പറ്റാത്ത, എന്താ പറയുക, വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പോസ്റ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണം 68 വയസ്സായ ഒരു സ്ത്രീ വന്ന് പറയുന്ന സമയത്ത് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്ന VD സതീശൻ പറയുന്നത് അതൊരു നുണ ബോംബാണെന്നാണ്. ഇതിന്റെ സിമ്പിളായ ലോജിക്ക് എന്താണെന്ന് അറിയോ? ഒരു വൃത്തികെട്ട ക്യാമ്പയിനെ പറ്റി വാർത്ത വന്നാൽ ഞാൻ അത് ചെയ്തിട്ടില്ല എന്നല്ലാതെ അങ്ങനെ ഒന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഞാൻ കണ്ടിട്ടില്ല എന്നോ ഞാൻ ചെയ്തിട്ടില്ല എന്നോ പറയാം. ഇതേ VD സതീശൻ തൃക്കാക്കരയുടെ സമയത്ത് പറഞ്ഞത് ആരാണ് ഇത്തരം വീഡിയോ കിട്ടിയാൽ പ്രചരിപ്പിക്കാത്തതെന്നായിരുന്നു. അപ്പം കേരളത്തിലെ UDFും കേരളത്തിലെ കോൺഗ്രസിനോട് എന്താ പറയുക ഒരു സഹവർത്തിത്വമുള്ള ആളുകളും വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന VD സതീശൻ എന്നുള്ള ലീഡർ എത്രമാത്രം ലോ ലെവലിലേക്ക് പോകുന്നു നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടിട്ടുണ്ട്. CPM അധികാരത്തിൽ വരാൻ പോകുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് ചോദിക്കുന്നത്? എന്ത് രാഷ്ട്രീയ നിരക്ഷരതയാണ് എന്ന് ആലോചിക്കൂ നിങ്ങൾ. കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടടുത്ത് അത് പറയാതെ പുച്ഛിക്കുകയും പച്ചക്കളവ് കൂളായിട്ട് പറയുകയും ആരും ചോദിക്കില്ല എന്നുള്ള ഉറപ്പിൽ ചെയ്യുന്ന VD സതീശന്റെ മെസ്സേജസും ആ ലെവലിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം. പണ്ട് ശബരിമലയുടെ സമരത്തിന്റെ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ഒരു നിലപാടുണ്ടായിരുന്നു. അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നായിരുന്നു. ഇപ്പം അത് ഒരു ഘട്ടം കൂടി കടന്നിട്ട് സഖാവ് അനിൽകുമാർ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ്, അത് KPCC എന്ന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് KPCC പ്രസിഡന്റിന് മിണ്ടാൻ
അവകാശമില്ല. KPCC പോലും അല്ലാത്ത ഒരു കോക്കസ് പറയുന്ന തീരുമാനിക്കുന്ന കാര്യങ്ങൾ വായിക്കാൻ വിധിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇത്ര ഭീകരമായിട്ട് വിമർശിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ കേസിൽ പ്രതിയായിരിക്കുന്ന രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല. അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും പ്രതിഷേധിക്കും. ഒരു കേസിലും പ്രതിയല്ലാത്ത, ഒരു FIRലും പ്രതിയല്ലാത്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് BJPയുമായിട്ടുള്ള ഒത്തുകൂടലാണെന്നാണ് പറയുന്നത്. അല്ലാതെ ഇദ്ദേഹമോ പാർട്ടിയോ ഒരു തരത്തിലും അഴിമതി കേസുകളിലോ സാമ്പത്തിക കെടുകാര്യസ്ഥതയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അല്ല എന്ന് ഇവർക്ക് സമ്മതിക്കാൻ വയ്യ. ഇതാണ് വെളിവാകുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ കേരളത്തിലെ ആളുകൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ശ്രീ റോണി, ഇതിലെ താങ്കളുടെ ഒരു വിശദീകരണം എന്താണ്? കാരണം ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പരസ്പര വിരുദ്ധമായി പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട തെളിവുണ്ട് CPIഎമ്മിനെതിരെ, CPIഎം വാങ്ങിച്ചതിന് എന്ന നിലയിൽ വളരെ സ്പഷ്ടമായി പറയുന്നു. വാക്കുകൾ വളച്ചൊടിച്ചു എന്നൊന്നും പറയാൻ കഴിയാത്ത വിധം സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റാണ്, വ്യക്തമായ ഒരു പ്രസ്താവനയാണ്, അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്നതാണ്. എന്തുകൊണ്ടാണ് അത് കാണിച്ചതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കാര്യം നേരത്തെ തന്നെ വന്നു. പൗരത്വ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് രാത്രി ആലോചിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ 8ാമത്തെ പേജിലെ വിവിധ ആർട്ടിക്കിളുകളിലായി ഉണ്ടായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ആകെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ഊഹിച്ചെടുത്തുകൊള്ളണം എന്ന നിലയിലേക്ക് അത് വിശദീകരിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ഖാർഗെ അവിടെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നം കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. സ്ഥിരതയില്ലാത്ത ഒരു ദേശീയ നേതാവിൻ്റെ നിലവാരത്തിന് ചേരാത്ത വിധം അദ്ദേഹത്തെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് സ്വാഭാവികമായും നമ്മളിപ്പോൾ ഈ പരാമർശിക്കപ്പെട്ട വിധത്തിലേക്കുള്ള കേരളത്തിലെ നേതാക്കളുടെ ഒരു ബ്രീഫിംഗ് അല്ലേ? അവർക്ക് തന്നെ സംഭവിക്കുന്ന പിശകുകളും പിഴവുകളും പിഴയ്ക്കുന്നതും ഈ വിധം പ്രകടമാകുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയും ഈ പഴി കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദേശീയ നേതാവിൻ്റെ സ്റ്റാറ്റസിൽ നിന്ന് കേരളത്തിനകത്തും പൊതുവിലും ഈ വിഷയത്തെ, ഈ രാഷ്ട്രീയത്തെ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നയിക്കാനാവുന്നില്ല എന്ന പ്രശ്നം ഉയർന്നു വരിക ചെയ്യും. അതല്ലേ ഇപ്പോൾ ഉയരുന്നൊരു പ്രധാന പ്രശ്നം? ഈ ചർച്ചയിൽ വന്ന പ്രധാനപ്പെട്ട നിരീക്ഷണവും വിമർശനവും അതല്ലേ റോണി? ഇവിടെ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളും എനിക്ക് മുമ്പ് സംസാരിച്ചവരെ ഉയർത്തിയ വാദങ്ങളും ഞാൻ അതിന് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് കെ സുധാകരൻ പ്രതികരിക്കുന്നു? നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയും 20 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ കാരണം മണ്ഡലത്തിൽ പൂർണ്ണമായും തിരക്കുകളിലാണ്. കാരണം ഒരു ദേശീയ വിഷയം, അന്തർദേശീയ വിഷയം പോലും ഒന്ന് പത്രം വായിക്കാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥ നമുക്കറിയാം. ഈ ഫ്രാങ്ക് ആയിട്ട് തന്നെ പറയും, ഒരു സ്ഥാനാർത്ഥിയുടെ പര്യടനം രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ രാത്രി 11 മണി വരെ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ KPCCക്ക് ഒരു അധ്യക്ഷനുണ്ട്, താൽക്കാലികമായ ഒരു അധ്യക്ഷനുണ്ട്. അപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ പ്രതികരിച്ചുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകനായ സുഹൃത്ത് പറഞ്ഞു CPM ആണ് കേസ് കൊടുത്തത്. വളരെ കൃത്യമായി തന്നെ പറയാം. ജയ താക്കൂർ അങ്ങ് പരിശോധിക്കുക, അങ്ങ് പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തുകൊള്ളുക. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ നേതാവായ ജയ താക്കൂർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ആ കേസിൽ 3 കക്ഷികളാണ്. ആ ജഡ്ജ്മെന്റ് കൃത്യമായി ഞാൻ വായിച്ച ആളാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒബ്ജക്ഷൻ, 2 CPM, അത് മാത്രം. എന്താണ് ഒബ്ജക്ഷൻ? തർക്കം അല്ല, താക്കൂർ കോൺഗ്രസ് പ്രവർത്തകയാണ്. അവരൊരു എന്താ പറയാ ജുഡീഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. കോൺഗ്രസിന്റെ തീരുമാനപ്രകാരമല്ല അവർ കേസ് കൊടുത്തത്. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഓൺ ചെയ്യരുത്. അവർ കോൺഗ്രസ് പ്രവർത്തകയാണ്. അവർ ഇതിനു മുന്നും പല വിഷയങ്ങളിലും കേസ് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ തീരുമാനപ്രകാരമല്ല. അങ്ങ് ദയവേത് ജയറാം രമേശിന്റെ ഉൾപ്പെടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള ട്വീറ്റുകൾ ഒന്ന് പരിശോധിക്കുക. എനിക്ക് അനുവദിക്കപ്പെട്ട സമയമാണ്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഞാൻ മറ്റു വിഷയങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ അങ്ങ് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ ഗൂഗിളിൽ പോയി നോക്കുക. ഈ ചർച്ചയിൽ താങ്കളാണത് താങ്കളുടെ പാർട്ടിയുടെ ഭാഗം ന്യായീകരിക്കേണ്ട. അദ്ദേഹത്തോട് പോയി ഗൂഗിൾ നോക്കാൻ പറഞ്ഞാൽ മതിയോ? ഉദാഹരണത്തിന് 1400 കോടി വാങ്ങി വെച്ചിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തക, ഒരു ജുഡീഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തക അവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ കൊടുത്തതിനെ ഓരം ചേർന്ന് ഇത് പറയുന്നത് എന്തിന് മര്യാദയാണ്? എനിക്ക് സമയം തരും. അതായത് ഇനി ഞാൻ പറയാം, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അങ്ങ് അതിനും കോടിക്കലുണ്ട്. CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി 2016 മുതൽ കഴിഞ്ഞ 3-4 വർഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത അഫിഡവിറ്റ്, നമ്മൾ അറിയാം ഇൻകം ടാക്സിന് കൊടുക്കുന്ന റിട്ടേൺസ്, അതിന്റെ ഒരു കോപ്പി നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് കിട്ടിയിരിക്കുന്നത്, സംഭാവനകൾ കിട്ടിയിരിക്കുന്നത്, അതിന്റെ ഒരു കോപ്പി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന കോപ്പി ഇലക്ഷൻ കമ്മീഷൻ, ആ ഇലക്ഷൻ കമ്മീഷൻ അത് സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 2016 തൊട്ട് കൃത്യമായിട്ടുള്ള രേഖകൾ പരിശോധിക്കുക.
ഈ ഇലക്ട്രൽ ബോണ്ടുകളിൽ BJPക്ക് അവിഹിതമായി പണം കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന പല കമ്പനികളിൽ നിന്നും CPM-ന് വേണ്ടി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾ സംഭാവന മേടിച്ചിട്ടുണ്ട്. പേര് തന്നെ പറയാം, മെഗാ ഇൻഡസ്ട്രീസ്, 2 റെഡ്ഡീസ് ലബോറട്ടറീസ്, അതുപോലെ തന്നെ ഈ പറയുന്ന അർബിന്ദ ഫാർമോ, ഇലക്ട്രൽ ബോണ്ടാണോ ഇവിടെ സംഭാവന. കാരണം എന്താ? അവിടെയാണ് റോണി പ്രശ്നം. ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ നൽകുന്ന പണം വെളിപ്പെടുത്തണ്ട, സോഴ്സ് വെളിപ്പെടുത്തണ്ട, ആര് എന്ത് ഒന്നും പറയണ്ട. മറ്റത് താങ്കൾ തന്നെ പറഞ്ഞു, നിയമപരമായി വാങ്ങിയിട്ടുള്ള പണത്തിൻ്റെ സോഴ്സും അതിൻ്റെ രേഖകളും താങ്കൾ തന്നെ ശരിവെച്ചു. പക്ഷേ അതല്ലാത്ത ഒരു അഴിമതി പണം സ്വരൂപിക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ട്. ശ്രീ അനിൽകുമാർ, അഴിമതി നടത്തുന്ന കമ്പനികളിൽ നിന്നും കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ സംഭാവനയായി പോലും പണം വാങ്ങുന്ന അഴിമതി തന്നെയാണ്. റോണിയോടാണ് ചോദ്യം. വേഗം സമയം. ഒരു പ്രശ്നം റോണി ഒരു കാര്യമുള്ളൂ. നമ്മൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന് പറഞ്ഞു. അതാണ് തർക്ക വിഷയം. ഇലക്ട്രൽ ബോണ്ട് വാങ്ങണമെങ്കിൽ അതിൻ്റെ നിയമപ്രകാരം ഒരു പ്രത്യേക അക്കൗണ്ട് രാഷ്ട്രീയ പാർട്ടി എടുക്കണം. CPM അങ്ങനത്തെ അക്കൗണ്ട് എടുത്തിട്ടേ ഇല്ല. ഇന്ത്യ രാജ്യത്ത് അങ്ങനത്തെ അക്കൗണ്ട് എടുക്കാത്തൊരു പാർട്ടിയാണ് CPM. അങ്ങനെ അക്കൗണ്ട് എടുക്കാത്തൊരു പാർട്ടിയായ CPIM ആ കാര്യം സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത് കൊണ്ടാണ് CPM-ന് ആ കേസ് നടത്താൻ ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടായത്. കോൺഗ്രസ്സിന് അങ്ങനൊരു കേസ് നടത്താൻ ലോക്കൽ സ്റ്റാൻഡ് ഇല്ല. അതിന് കാരണം നിങ്ങൾ 1950 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് വാങ്ങിച്ചു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നിങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ പ്രതിപക്ഷ ഞാൻ പറഞ്ഞു തീർക്കട്ടെ 1600 കോടിയുള്ളൂ എന്നാണ്. ഞാൻ രണ്ടാമതൊരു കാര്യം പറയാം. അതായത് അല്ലല്ല തെറ്റ അവസാനത്തെ കണക്ക് അല്ലല്ല ആ കണക്കൊക്കെ പോയി. എന്താണെന്നറിയോ? 2019 സുപ്രീം കോടതി ഉത്തരവിട്ടു. ഉത്തരവിനകത്ത് പറയുന്നത് അതിനുള്ള മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ സുപ്രീം കോടതി നിങ്ങൾ എഴുതി കൊടുക്കണം ഏതൊക്കെ തുക ആരൊക്കെ കൊടുത്തെന്ന്, ഒരു സീൽഡ് കവർ. ആ കവർ എഴുതി കൊടുത്തിട്ട് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു. അത് പിന്നീട് വെളിപ്പെടുത്തപ്പെട്ടു. അതിൻ്റെ കടലാസ് ഞങ്ങളുടെ ഇല്ല, അത് കോടതി കൊടുത്തുപോയി. അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ടാണ് SBI പിന്നെ വെളിപ്പെടുത്തിയത്. അതുകൂടെ വന്നപ്പോൾ തുക മാറിപ്പോയി. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് എന്താണ്? ഹിമാചൽ പ്രദേശിലെ ഒരു ഡാം നിർമ്മാണ കമ്പനിയുടെ കരാറെടുത്ത BJPയുടെ തെലങ്കാനയിലെ MP കോൺഗ്രസിന് ബോണ്ട് തന്നോ 40 കോടി രൂപ. ആ പണം നിങ്ങൾ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചോ? CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയോ മറ്റ് കമ്മിറ്റികളോ ചില കമ്പനികളിൽ നിന്ന് 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ ഒക്കെ അവർ സംഭാവന തന്നിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, നാളെയും വാങ്ങും. പക്ഷെ ചോദ്യം ഇതാണ്, ഒരു BJPയുടെ MP 40 കോടി രൂപ ഹിമാചൽ പ്രദേശിൽ കരാറെടുത്തതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് തന്നു. നിങ്ങളത് കർണാടകത്തിൽ ഉപയോഗിച്ചു. അങ്ങനെ കർണാടകത്തിൽ ഉപയോഗിച്ച നിങ്ങൾ ഗോവ തെരഞ്ഞെടുപ്പിന് പണം ഉപയോഗിച്ചു എന്ന് പറയുന്ന കേജ്രിവാളിന്റെ പാർട്ടിയെ ജയിലിലടക്കാൻ പറയുകയാണ്. ഇതാണ് തർക്കം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. 2012 മുമ്പ് ഹിമാചൽ പ്രദേശ് ഭരിച്ചിരുന്നത് BJP ആണ്. ആ സമയത്താണ് ഈ പറയുന്ന കോൺഗ്രസ് ഈ സംഭാവന മേടിച്ചത്. അല്ലാതെ കോൺഗ്രസ് അതിന് പേരിൽ ഒരു പ്രത്യുപകാരം ചെയ്ത് കൊടുത്തിട്ടില്ല. കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്ന അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രത്യുപകാരം ചെയ്തല്ലോ എന്നുള്ള വിഷയം. ഇതിന്റെ അകത്ത് സംഭാവന മേടിച്ച് നമ്മൾ തിരിച്ചെന്ത് കൊടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് ഈ അഴിമതി ആരോട് നിലനിൽക്കുന്നത്. 2019 ഇലക്ട്രൽ ബോണ്ട് ഞാൻ പറയുന്നത് ഈ പറയുന്ന മെഗാ ഇൻഡസ്ട്രീസിൽ നിന്ന് കോൺഗ്രസ് 2019 ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് 2012 ഇലക്ട്രൽ ബോണ്ട് ഉള്ളൂ സാർ. 2022 സോറി, ഞാൻ 12 അല്ല 2022. ഞാൻ 2022 ഉദ്ദേശിച്ചത്. 2022 ഞങ്ങൾ മെഗാ ഇൻഡസ്ട്രീസ് പണം വാങ്ങിയത്. ആ സമയത്ത് ഹിമാചലിൽ ഞങ്ങളല്ല ഭരിക്കുന്നത്. 2023 ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് അധികാരത്തിൽ. ഞാൻ ഒറ്റ അല്ലല്ല, തെലങ്കാനയിലെ BJP MP ആണ്, അത് വേറെ ഇടപാടാ. അല്ല ആ സമയത്ത് BJP MP അല്ല. സുഹൃത്ത് തെറ്റിദ്ധരിപ്പിക്കില്ലേ? ഇപ്പോൾ അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായി ആന്ധ്രാപ്രദേശിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിലെ സദേൺ ഗ്രൂപ്പിന്റെ മാപ്പസാക്ഷിയാകുന്ന പിതാവ് അയാളാണ് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി. ആ സമയത്ത് അദ്ദേഹം BJP MP അല്ല. അത് അന്ന് ഈ കമ്പനിയാണ്. അത് പെശകാണെന്നാണോ താങ്കൾ വീണ്ടും പറയുന്നത്? അത് തെറ്റാണെന്നാണോ പറയുന്നത്? കൃത്യമായിട്ട് ഞാൻ പറയാം, BJPയുടെ MP ആണ്. ആ MP ആണ് ഈ പറയുന്ന പണം കൊടുത്തത്.
BJP MP ആണ് പണം കൊടുത്തത്. തെളിവ് തരാം. അല്ല, അദ്ദേഹത്തിന്റെ മകന്റെ പേരിലാണ് മേഘ ഇൻഡസ്ട്രീസ്. ആയിക്കോട്ടെ, ഏതായാലും ഇതിനപ്പുറം രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്ന്, ഈ കേസ് വന്നൊരു കാലത്ത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിച്ചു, നിങ്ങൾ ഒരു ബെനിഫിഷ്യറി അല്ലേ? CPM-നോട് ഹർജിക്കാരായി ചെന്നപ്പോൾ ചോദിച്ചാണ്, നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ബെനിഫിഷ്യറീസ് അല്ലേ, ഗുണഭോക്താക്കളല്ലേ, പിന്നെ നിങ്ങൾ എന്തിന് ഹർജി നൽകണം എന്ന നിലയിൽ കോടതി പോലും ചോദിച്ച ഒരു പശ്ചാത്തലം ഇതിനകത്തുണ്ട്. അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് പോലും അതിനുവേണ്ടി എടുക്കാതെ നിയമ പോരാട്ടം നടത്തി. മറിച്ച് കോൺഗ്രസ് ചെയ്തതോ റോണി? കോൺഗ്രസ് ചെയ്തത് അക്കാലത്തൊന്നും ഇലക്ട്രൽ ബോണ്ടിനെ നയപരമായി രാഷ്ട്രീയമായി ഇത് മോദി സർക്കാരിൻ്റെ അഴിമതിയാണെന്ന് തിരിച്ചറിയാതെ അതിലൂടെ തങ്ങൾക്ക് കിട്ടുന്നതും പോരട്ടെ എന്ന നിലയിൽ ആ പണം എടുത്തു. ഒരു വ്യക്തി പോയപ്പോൾ അവരുടെ ഒരു കോൺഗ്രസ് പശ്ചാത്തലം വെച്ച് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് തന്നെ വളരെ ശക്തമായി ഇടപെട്ട് റദ്ദു ചെയ്ത ഘട്ടത്തിലാണ് ഇത് മോദിയുടെ അഴിമതിയായി രാഹുൽ ഗാന്ധിക്ക് പോലും തോന്നിയത്. ഇതാണ് ഇലക്ട്രൽ ബോണ്ടിൽ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന ഒരു ഘട്ടം, സാഹചര്യം. നമ്മുടെ മുമ്പിൽ ഒരു 4 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് 3 പേരിലേക്കും വളരെ വേഗത്തിലെത്താം. റോണി, താങ്കൾ പറഞ്ഞത് പൂർത്തിയാക്കിക്കൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം. കേരളത്തിലെ വോട്ടർമാർക്ക് മുമ്പിൽ വളരെ ഗൗരവമായി വരുന്ന ഈ വിഷയങ്ങളിലൊക്കെ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രചരണത്തിൻ്റെ ഒരു ലീഡ് അജണ്ട എടുക്കാൻ കഴിയാതെ, സെറ്റ് ചെയ്യാൻ കഴിയാതെ, ഇതിന് സമാധാനം പറയേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. വളരെ ഡിഫെൻസീവിലായ ഒരു അവസ്ഥ ഈ വിഷയങ്ങൾ കോൺഗ്രസിന് മുമ്പിൽ വന്നു നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ശരിയാണോ? ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്നു മുതൽ ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒറ്റ പോരാട്ടമേ ഉള്ളൂ. BJP-ക്കെതിരെയാ. അത് ഈ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് അല്ലാണ്ട് ഈ പറയുന്ന CPM വിചാരിക്കുന്നു അവരിങ്ങനെ അജണ്ട സെറ്റ് ചെയ്തു, ബാക്കിയുള്ളവരെല്ലാം അതിന് പുറകെ തുങ്ങിക്കുന്നു. അതല്ല നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ കൃത്യമായി തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി, അവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇവിടെ പറയാം, ആ വിഭാഗം പോലും നിങ്ങളുടെ അജണ്ട പിന്നാലെ ഇല്ല. അവർ പോലും വളരെ കൃത്യമായി തന്നെ ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ, BJP തോൽപ്പിക്കാൻ കഴിയുള്ളൂ, അവരുടെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ തോൽപ്പിക്കാൻ കഴിയുള്ളൂ കൃത്യമായിരുന്നു. 4-ാം തീയതി ഇലക്ഷൻ ഫലം വരുമ്പോൾ ആരുടെ അജണ്ടയാണ് വിജയിച്ചത് എന്ന് കൃത്യമായി. ശരിയാണോ അനിൽകുമാർ? ചുരുക്കി സ്വന്തം കുടി മടി വെച്ച് കെട്ടി ഒളിച്ചു നടക്കേണ്ട ഗതികേടുള്ളവരെങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് അജണ്ട സെറ്റ് ചെയ്തു എന്ന് പറയുന്നത്? നിങ്ങൾ BJP-യെ ഭയപ്പെട്ട് കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ കൊടി മുടക്കി വെച്ചു. അപ്പം നരേന്ദ്രമോദി എന്താ ചെയ്തത്? നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യം വെച്ചുകൊണ്ട് വർഗീയത വിഷം തുപ്പി. അപ്പം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പേടിച്ച് നിൽക്കുകയാണ്. നരേന്ദ്രമോദിയും RSSും ഇന്ത്യയിൽ എന്ത് ചെയ്യുമെന്ന് നന്നായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം. ഞങ്ങൾ ധൈര്യമായിട്ട് വർഗസമരത്തിൻ്റെ കളരിയിൽ പോരാട്ടം നടത്തിയവരാണ്. ഞങ്ങൾ പാർലമെൻറ്റിൽ 2-3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലോങ് മാർച്ച് കണ്ടോ നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി പ്രക്ഷോഭണം കണ്ടോ? ഇതിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരില്ലായിരുന്നോ? ഇടതുപക്ഷം ഇല്ലായിരുന്നോ? ഇന്ത്യ രാജ്യത്ത് ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഇടതുപക്ഷം മാറുന്ന ഏതെങ്കിലും സമരമുണ്ടോ? പാർലമെൻറ്റിൽ ഇടതുപക്ഷം BJP-യുമായി യോജിച്ച ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? കോൺഗ്രസ് യോജിച്ച 10 കാര്യം ഞാൻ പറയാം. സമയം. ജാർഖണ്ഡ് അവസാനം ഉത്തരാഖണ്ഡിൽ നിങ്ങൾ കോമൺ സിവിൽ കോഡിന് വേണ്ടി പിന്തുണ കൊടുത്ത അടക്കം 10 കാര്യം ഞാൻ പറയാം. ഇടതുപക്ഷം ഇന്ത്യ രാജ്യത്ത് BJP-യുമായി യോജിച്ച ഒരു കാര്യം പറയാമോ? അവിടെയാണ് നിലപാട്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് വേണ്ടി അജണ്ട സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ 5 കൊല്ലക്കാലം എങ്ങനെ പെർഫോം ചെയ്തു, 10 കൊല്ലക്കാലം എങ്ങനെ പെർഫോം ചെയ്തു, ഞങ്ങളുടെ പെർഫോമൻസ് ജനങ്ങളോട് പറയുന്നു. ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കും. ഇവിടെ ഡോക്ടർ പ്രേംകുമാർ, വളരെ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇരു മുന്നണികളെയും കുറിച്ചാണ് എൻ്റെ ചോദ്യം. ആത്മവിശ്വാസമാർക്ക്, പരിഭ്രമമാർക്ക്? അല്ല, വളരെ ക്ലിയറാണ് മറുപടികളിൽ നിന്ന് തന്നെ. പരിഭ്രമം എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ. നിങ്ങൾ ഈ ഇലക്ഷൻ ചർച്ചയുടെ തുടക്കത്തിൽ ഇടുക്കിയിലായിരുന്നു എന്ന് തോന്നുന്നു, ഒരു CPM-ന്റെ ഒരു പ്രതിനിധി ഒരാൾ സംസാരിച്ചുകൊണ്ട് പറയാണ്, DCC പ്രസിഡന്റ് വേണ്ടി വന്നാൽ BJP-യിൽ പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാർ ചാടിക്കയറി പറഞ്ഞു, കളവ് പറയരുത്, അസത്യം പറയരുത്, KPCC പ്രസിഡന്റാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഇത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. 1900 കോടിയിൽ നിന്ന് കളവ് പറയരുത്, 1500 കോടിയെ എടുത്തിട്ടുള്ളൂ എന്ന്. KM ഷാജി ഇതുപോലൊരു സാധനം പറഞ്ഞിരുന്നു, കക്കൂസിൽ നിന്നാണ് കാശ് പിടിച്ചതെന്ന് സൈബർ സ്പേസിൽ പറഞ്ഞപ്പം കളവാണത്, കക്കൂസിൽ നിന്നല്ല കട്ടിന്റെ അടിയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഇലക്ട്രൽ
ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് കൊടുത്തത് കോൺഗ്രസ് അല്ലെന്നേ, ജയ താക്കൂർ ആണ്. കപിൽ സിബൽ പല കേസുകളിലും ഹാജരാകും. കേസ് കൊടുക്കുന്നത് CPM-ആരോ മറ്റാളുകളോ ഒക്കെ ആയിരിക്കും. എന്നിട്ട് നല്ല വിധി വന്നാൽ ഇവർ ഇതിന്റെ എട്ടുകാലിയും അമ്മുഞ്ഞിനെ പോലെ ഇതിന്റെ അധികാരം ഏറ്റെടുക്കും. ഒരു നാഷണൽ ലെവലിൽ ഒരു പാർട്ടിയുടെ ദയനീയമായ അവസ്ഥയാണത്. CAA മെൻഷൻ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? പേജിന് നീളം കൂടി പോവും എന്നുള്ളത് കൊണ്ടാണ്. ഇലക്ട്രൽ ബോണ്ടിന് ഞങ്ങൾ കൊടുത്തിട്ടാണെന്നുള്ളത് ജയ താക്കൂർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉഡായിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഒരു ഇലക്ഷനെ, ഇതുപോലുള്ള ഇലക്ഷനെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ശരി, വളരെയധികം നന്ദി 3 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും ന്യൂസ് ആൻഡ് വ്യൂസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേതായ നിരീക്ഷണങ്ങൾ വളരെ ശക്തമായി അവതരിപ്പിച്ചതിനും.